ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ആവശ്യമുള്ള ഇറച്ചി ഒരു 2-2.5 കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 സ്പൂണ് മുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ഒരു എരിവിനാവശ്യത്തിന് ഒരു 2-3 സ്പൂണ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, വീണ്ടും ഗരം മസാല പൊടി, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് ഗരം മസാല, അതിനുശേഷം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് പൊടികൾ യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതൊരു 10-15 മിനിറ്റ് ഇരിക്കും. അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഒന്ന് ഫ്രൈ പാനിലിട്ട് വറുത്തെടുക്കാം. തേങ്ങ ഒരു അരമുറി തേങ്ങ എടുക്കാം. അത് നന്നായിട്ട് മൂക്കുന്നേരം വറുത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയാണെങ്കിൽ തേങ്ങ നന്നായിട്ട് വറുത്തതിന് ശേഷം പൊടി ചേർത്ത് കൊടുത്താൽ മതി. ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങ നന്നായിട്ട് വറുത്തതിന് ശേഷം ഒരു കുരുമുളക് പൊടി ഒരു 2 സ്പൂണ്, വീണ്ടും മുളക് പൊടി ഒരു 3-4 സ്പൂണ്, മഞ്ഞൾപ്പൊടി, ഇത് എല്ലാം എരിയുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി വീണ്ടും ചേർക്കുന്നുണ്ട്. അത് മൂത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ എടുക്കാം. കടുക് വറുത്തിട്ടതിന് ശേഷം നമുക്ക് സവാളയും ചെറിയ ഉള്ളിയും വഴറ്റിയെടുക്കാം. അതിനു മുമ്പേ കടുക് താളിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു 4-5 സവാള നീളത്തിനരിഞ്ഞ് ചേർക്കാം. ചെറിയ ഉള്ളി അതേപോലെ ഒരു 1/4 കിലോ ചെറിയ ഉള്ളി നീളത്തിനരിഞ്ഞത് ചേർക്കാം. ഇത് നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ഒരു 1-2 ടൊമാറ്റോ നീളത്തിനരിഞ്ഞ് ചേർക്കാം. സവാളയും ടൊമാറ്റോയും ഒക്കെ നന്നായി വഴണ്ടതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇതിലോട്ടാണ് കുറച്ച് ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇങ്ങനെ മസാലപ്പൊടികൾ ചേർക്കുന്നത്. നമ്മൾ ഇറച്ചി മാഗ്നേറ്റ് ചെയ്യാനായിട്ട് മസാലപ്പൊടി ചേർത്തു, അതുപോലെ തേങ്ങയിൽ വറുത്തരയ്ക്കാനായിട്ട് മസാലക്കൂട്ടുകൾ ചേർത്തു. അപ്പോൾ എരിയും നിങ്ങളുടെ ആവശ്യത്തിന് എരിവനുസരിച്ച് വേണം മസാലക്കൂട്ടുകൾ ചേർക്കാം. ഇത് നന്നായിട്ട് പൊടികളിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് തട്ടി കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമല്ല, ചിക്കനിൽ തന്നെ ഉള്ള വെള്ളം ഊറി വരുന്നതായിരിക്കും. അപ്പം നമ്മളിനി അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കൂടെ അടുപ്പ് തുറന്ന് അത് വെന്തെന്ന് നോക്കിയിട്ട് നന്നായി ഇറച്ചി വെന്തതിന് ശേഷം നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് അരച്ച് ഇതിലോട്ട് ചേർക്കാം. ഇറച്ചി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ഈ കൂട്ട് ചേർത്ത് കൊടുക്കാവൂ. ഇതാ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിള വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് വിളമ്പാവുന്നതാണ്. ഇതെല്ലാത്തിൻ്റെ കൂടെയും, ഇത് പ്രത്യേകിച്ച് പറയേണ്ട, എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ പുതിയൊരു ഡിഷുമായി കാണുന്നത് വരെ താങ്ക് യു.